ഹലോ, ഞങ്ങളിതാ 4 പേരും ഇപ്പോൾ റെഡി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണേ. ദീപേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളെ ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്. അപ്പം ആക്ച്വലി കഴിഞ്ഞൊരു ദിവസം മുന്നേ വിളിച്ചതായിരുന്നു, പക്ഷേ അന്ന് ഞങ്ങൾക്ക് വേറെ എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അവനും പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊരു ഷോപ്പ് കയറി, ഒരു സ്വീറ്റിൻ്റെ ഷോപ്പ് കയറി എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങാമെന്ന് കരുതി. അപ്പം നോക്കുമ്പോൾ പല വെറൈറ്റി ഉണ്ട് കേട്ടോ, പല എന്തൊക്കെയോ മോഡലുണ്ട്. നമുക്ക് എൻ്റെ എന്താ പറയുക, ടേസ്റ്റൊന്നും പ്രത്യേകിച്ചൊന്നും അറിയില്ല, കാരണം ഞങ്ങൾ അത്ര മധുരപ്രിയന്മാരല്ലാത്തതുകൊണ്ട് ഇതൊന്നും അങ്ങനെ വാങ്ങി ഇതുവരെ അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഏതൊക്കെയോ കണ്ടതിൽ ഏതോ ഒന്ന് രണ്ടെണ്ണം നോക്കി നല്ലതൊക്കെ വാങ്ങി സെലക്ട് ചെയ്തതിനിപ്പം തിരിച്ച് കാറിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരമുണ്ട് അവരുടെ വീട്ടിലേക്ക്. പിന്നെ ഈ ഒരു റൂട്ട് ഞങ്ങൾ ഇതുവരെ ഈ ഒരു റൂട്ടിലേക്ക് പോയിട്ടുമില്ല. പിന്നെ എന്നാൽ അത്യാവശ്യം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, അതുകൊണ്ട് നല്ല രസമുണ്ട് റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഇപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെ നമ്മളൊരു ടണലിലേക്ക് കയറി കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ടണലിനുള്ളിൽ കയറിയപ്പം, കാരണം നല്ല ലൈറ്റൊക്കെ ആയിട്ട്, പലതരത്തിലുള്ള ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ പിന്നെ മടുത്തു തുടങ്ങി, കാരണം കുറേ നേരം ഇതിനുള്ളിൽ തന്നെയായിരുന്നു. അപ്പം എന്തോ ഒരു ശ്വാസം മുട്ടുന്നൊരു ഫീലായിരുന്നു, കാരണം മൊത്തം ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു തന്നെ തോന്നി കേട്ടോ. അങ്ങനെ അവസാനം വെളിച്ചം കണ്ടു, അതിൻ്റെ പുറത്തെത്തി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ശ്വാസം കിട്ടിയ ഒരു ഫീലാണ് കേട്ടോ. ഇത് എന്തിൻ്റെയോ ഉള്ളിൽ പുറത്തേക്ക് വന്നൊരു ഫീലായിരുന്നു, കാരണം അത്രയും നേരം ഈ ടണലിൽ കൂടി തന്നെയായിരുന്നു യാത്ര ചെയ്തത്. അങ്ങനെ ഏകദേശം നമ്മൾ യാത്രയ്ക്ക് അവസാനിപ്പിച്ചിട്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തെത്തി. ഇനി നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം ഇനി കുറച്ചൊന്ന് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിനി അപ്പാർട്ട്മെൻറ്റും തപ്പി നടക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് നമുക്കിനി കണ്ടുപിടിക്കണം. അപ്പോൾ ഡയറക്ഷൻ ഒന്ന് മാറിപ്പോയിട്ടോ, വന്ന വഴിക്ക് തന്നെയായിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ അഗെയിൻ ഇത് തിരിച്ച് വന്ന വഴി തന്നെ നടക്കുകയാണ്. അങ്ങനെ നമ്മളിത് അവസാനം അവരുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇനിയിപ്പം അവിടുന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിനി അവരുടെ ഫ്ലാറ്റ് നമ്പർ പ്രസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങി. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ വൈകുന്നേരമായിട്ടോ. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വലിയൊരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒരുവിധം എല്ലാ ഐറ്റം കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഈ ഏരിയയിലുണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് അങ്ങനെ വരാനില്ലാത്തതുകൊണ്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ ഈ റൂട്ടിൽ വന്നുകൊണ്ട് എന്തായാലും അവിടെ കയറാമെന്ന് കരുതി. ഇപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലെ കേരള മിക്സ്ചർ, പയ്യോളി മിക്സ്ചർ തുടങ്ങി ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് സാധനങ്ങൾ, വറുത്ത കായൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് വാങ്ങിക്കാമെന്ന് കരുതി. ഇതൊന്നും ഇപ്പോൾ കഴിച്ചിട്ട് ഇപ്പോൾ കുറേ ആയി. നാട്ടിൽ നിന്ന് വന്നേരം പിന്നെ ഈ ഇത് ഐറ്റംസ് ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഈ ഒരു ഷോപ്പിൽ മെയിൻലി ഇങ്ങനെ ഹോൾസെയിലൊക്കെ ആയിട്ട് എന്താ പറയുക, ബൾക്കായിട്ടൊക്കെ വാങ്ങാൻ മാത്രമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പാത്രങ്ങളും ഒരുവിധം എല്ലാ ടൈപ്പ് പാത്രങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റീൽ, അലൂമിനി ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പച്ചുടുന്ന അപ്പച്ചട്ടി, പിന്നെ പുട്ടുംകുറ്റി, അങ്ങനെ വേണ്ട എല്ലാവിധ പാത്രങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇടികല്ല്, പിന്നെ അത് മാത്രമല്ല കേട്ടോ, പിന്നെ നമ്മുടെ മൺപാത്രങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അത് മുൻപേ ഞാൻ കേട്ടിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെ വരേണ്ട ഒരു ചാൻസ് ഇതുവരെ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ വരാത്തതുകൊണ്ട് ഇതുവരെ വരാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഐറ്റംസൊക്കെ നോക്കി, ഒരുവിധം ഐറ്റംസൊക്കെ വാങ്ങി. മൺപാത്രങ്ങളൊക്കെ, നമ്മുടെ മൺചട്ടി ഒക്കെ ഉണ്ട്.
പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം പൂജ ഐറ്റംസ് ആണ് കേട്ടോ. വിളക്കുകൾ, പിന്നെ കുറേ ഭഗവാന്റെ ഓരോരോ രൂപങ്ങൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വിളക്കിന് പല സൈസും ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു ഷോപ്പിൽ. ഒറ്റൊരു ഷോപ്പാണ്, പക്ഷേ ഇവിടെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലൊക്കെയുള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്